നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചലഞ്ച് വീഡിയോ ആണ് ചെയ്യുന്നത്. അതെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുക്കിംഗ് ഗ്യാസ് LPG സിലിണ്ടറിൻ്റെ ഒക്കെ ഒരു ലഭ്യതയുടെ കുറവ്, ഒരു ക്ഷാമം ഇപ്പം നമ്മൾ നേരിടുന്നുണ്ട്. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 45 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് തരത്തുള്ളൂ. അത് 25 ദിവസം കഴിഞ്ഞിട്ടേ 45 ദിവസത്തിലേ ബുക്ക് ചെയ്യാൻ ഒക്കെ ഉള്ളൂ എന്നും 25ാമത്തെ ദിവസം ബുക്ക് ചെയ്യാവുന്നു. പിന്നെ അവര് സൗകര്യം പോലെ തരുമെന്ന് അങ്ങനെയൊക്കെയാ. പിന്നെ വേണമെങ്കിൽ നമ്മൾ അവിടെ പോയി എടുക്കണം, ഇവിടെ കൊണ്ടു തരത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് പപ്പ പറഞ്ഞായിരുന്നു നമുക്ക് വിറകൊക്കെ തരാം. അപ്പൊ നമ്മൾ വിറകിനെ പുച്ഛിച്ചു വിട്ടു. എന്തിനാ നമുക്ക് വിറക് ഒരു ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ വിറകിന്റെ ഒക്കെ ഒരു ആവശ്യകതയിലേക്ക് എത്തിക്കും. അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഞങ്ങൾക്കൊരു അവധി ദിവസത്തിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഗ്യാസ് ഒക്കെ ഒന്ന് ഒഴിവാക്കി വിറകൊക്കെ ഉപയോഗിച്ച് അതെ കുക്കിംഗ് ഒക്കെ പുറത്ത് കുക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ വിറക് ഉപയോഗിക്കുന്ന ആ ഒരു അടുപ്പില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയാ, ഈ പുറത്തിരുന്ന് ചെയ്യണം. കാരണം അകത്തില്ല. അപ്പൊ ഈ ഒരു പുതിയ ആധുനിക രീതിയിൽ സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു വീടാണ് ഞങ്ങളുടെ. അപ്പം ആ സംഭവം ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ വീഡിയോയിലൊക്കെ ചെയ്യുന്നതാ പുറത്ത് അടുപ്പ് സെറ്റ് ചെയ്ത് വിറകൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്ത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ കുക്കിംഗ് മൊത്തം ഞങ്ങൾ പുറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ഗ്യാസ് ഇല്ലാതെ ഫുൾ കുക്കിംഗ് പുറത്ത്. അപ്പം നാണ്ടെ ആൾക്കാർ വിറകൊക്കെ എടുത്തോണ്ട് വരുവാണ്. എന്തുവായി എടുത്തോണ്ട് വരുന്നേ? വിറകോ? ഇപ്പൊ സ്വർണത്തിന്റെ വില ഉണ്ടെന്ന് തോന്നുന്നു വിറകിന്. ശരിയേ ഉള്ളൂ, രണ്ട് കയ്യിലൊക്കെ പിടിച്ചതാ. അപ്പൊക്കൊക്കെയാണെ ദേഹനങ്ങ വയ്യ. എന്തേലും അറിയണോ ഗ്യാസ് അങ്ങോട്ട് കത്തിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ? ഗ്യാസിന്റെ എക്കണോമി നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ എല്ലാരും ഇങ്ങനെ വിറകെ സാധിക്കും. അതെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിറക് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. നിങ്ങൾ കാശ് കൊടുത്ത് വിറക് മേടിച്ച് വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഒരു ലാഭമുള്ള പരിപാടിയല്ല. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കളയുക ചെയ്യുന്നു. ഒരു സിലിണ്ടർ നിങ്ങൾ 1000 രൂപ മുടക്കിയാൽ 4 പേരുള്ള ഒരു വീട്ടിൽ ഒരു മാസത്തേക്ക് ആ സിലിണ്ടർ മതി. ഞങ്ങളുടെ അപ്പായി സ്മാർട്ട് വർക്കേ ചെയ്യാറുള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യാറുള്ളൂ. ലൈഫ് ഈസി ആകണം. അപ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ നമുക്ക് അമ്മയോട് ചോദിക്കാം. എന്തോ അമ്മേ ബ്രേക്ക്ഫാസ്റ്റ്? നമുക്ക് ഉപ്പുമാവാകുമ്പോൾ കുഴപ്പമില്ല, അടുപ്പിലൊക്കെ ഉണ്ടാക്കാം. സ്വാമി എന്താ ഇവിടെ ഇരിക്കുന്നത്? വല്ലതും കിട്ടുമോ എന്ന് നോക്കിയിരിക്കുക. കുറച്ച് നേരമായി, ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് കൺട്രോൾ പോവാ ആളുടെ. ദൈവാധീനത്തിന് ഞാൻ ഇനി മാറിയിരിക്കുന്ന കാര്യമല്ലേ. ഇപ്പൊ എപ്പോഴും എന്നെ പിടിച്ച് തിന്നേനെ. ആ സൗണ്ടും ഒക്കെ പോയോട്ടെ. ഞങ്ങളുടെ ഡ്രാമ ക്വീന് ചുണ്ടടി മോള്. എന്തായാലും അമ്മ പാടുവിട്ട് തീ പിടിപ്പിച്ചു. നമുക്ക് ഈ ഒരു ചട്ടി മാത്രമേ ഉള്ളെന്ന് തോന്നില്ലേ അടുപ്പൊക്കെ? നമുക്ക് അകത്ത് അടുപ്പില്ലാത്തോണ്ട് പാത്രങ്ങളെല്ലാം കൂടുതലും ഈ നോൺ സ്റ്റിക്കും അങ്ങനത്തെയൊക്കെയാണ്. വിറകടുപ്പി വെക്കാനുള്ള പാത്രങ്ങൾ കുറവാണ്. വെളിച്ചെണ്ണ വീണിരിക്കുകയാണ്. പൊട്ടുന്നില്ലല്ലോ അമ്മേ. നീ എന്താ കാണാത്ത? ആ ശരിയാ, പൊട്ടി കേൾക്കുന്ന കേട്ടോ. ഇടട്ടെ, ഉഴുന്നിടാതി. നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ്. ഇനി ഇടട്ടെ, കടലിടട്ടെ. ഇതിനകത്ത് മുന്തിരിങ്ങയുണ്ട്, ഇടട്ടെ. മുന്തിരിങ്ങ പെട്ടെന്ന് ഇതാവൂ. കുഴപ്പമില്ല, നീ ഇട്ടോ. ഇതില് ഉള്ളിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഇഞ്ചിയുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് കേട്ടോ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഉപ്പുമാവാണെന്ന്. വഴറ്റി എടുത്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറിക്കകത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന നെയ്യ് ഒഴിക്കുന്നു. ഈ പുക എന്തിനാ എന്റെ പുറകെ വരുന്നേ? നിന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ എവിടെ പോകുന്ന എന്റെ പുറകെ വരുമോ? കരഞ്ഞുകൊണ്ടൊക്കെ ഓടുന്നു. ഇതിന് കീഴിലിരിക്കുവോ? അമ്മ ഇളക്കി പോക എന്റെ അടുത്തോട്ട് വിടുക. അമ്മ അവിടെ സുഖത്തി ഇങ്ങനെ സ്റ്റൂളിൽ ഇരിക്കുക. നമ്മുടെ സാധനങ്ങളെല്ലാം വഴന്നു വന്നു. പൊടി വർഗ്ഗങ്ങളൊക്കെ ഇടുക. പൊടി വർഗ്ഗങ്ങളൊന്നും ഇല്ല, മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ. ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു. നമ്മൾ മഞ്ഞ ഉപ്പുമാവ് ഉണ്ടാക്കും. ചിലര് വെള്ള ഉപ്പുമാവ് ഉണ്ടാക്കും മഞ്ഞപ്പൊടി ഇടാതെ. അടുത്ത എന്താണ്? തേങ്ങ. നമ്മുടെ തിരുമ്മി വെച്ച തേങ്ങ ഒഴിക്കട്ടെ. തീ കത്തത്തില്ലല്ലോ. തീ കത്തത്തില്ലയോ? ഓ അങ്ങനെ. അല്ല, ചിലപ്പോ നമ്മൾ ഈ ഉള്ളി വഴറ്റി വെളിച്ചെണ്ണ ഒക്കെ ഉള്ളപ്പോ പാത്രത്തിൽ കൂടെ തീ കത്തത്തില്ലേ? ഇവിടെ എന്തായാലും കത്താറില്ല. അമ്മേ, ഇത്ര വെള്ളം മതിയോ? ഇപ്പൊ എന്തായാലും പുകയല്ല അമ്മയുടെ മുഖത്തായിരിക്കും. അതെ, സന്തോഷം. അങ്ങോട്ട് പോകെ നല്ല തിളച്ചു. അതുകൊണ്ട് നമ്മള് റവ ഇടാൻ പോവാം. വറുത്ത റവ, അതുകൊണ്ട് നമ്മൾ ഇട്ടാ മതി. ഓക്കെ, മൊത്തം ഇട്ടട്ടെ അമ്മേ. 1/2 കിലോയുടെ കവറല്ലയോ? അതെ, നീ ഒഴിക്കട്ടെ. നീ ഒഴിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ടമ്മേ അമ്മയുടെ കുക്കിങ്ങിനെ പറ്റി അമ്മയുടെ അഭിപ്രായം? എല്ലാരും എന്റെ അടുത്ത് അത് ശരി. അല്ലെങ്കിൽ ആരെയും കാണത്തുമില്ല. അടക്കമ്മേ നോക്കിക്കൊണ്ടിരിക്കാതെ. അപ്പം ഗ്യാസ് ഇല്ലാത്ത നമ്മുടെ ദിവസം സക്സസ്ഫുൾ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചനേരമായിരിക്കും. അതെ, നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചയ്ക്ക് അല്ലയോ, ചൂടൊക്കെ അല്ലയോ, നല്ല വെയിലുണ്ട്.
അപ്പൊ നമ്മൾ നല്ല വെയിലുള്ള നമുക്ക് പുറത്ത് ഷൂട്ടിങ്ങിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നല്ല നട്ടപ്പുരുവേലത്ത് പോയി ഇരിക്കേണ്ടി വരും. അതെ, അതുകൊണ്ട് നമ്മളൊരു ഷാർജ ഷേക്ക് അടിച്ച് കുടിക്കാന്ന് വിചാരിച്ചു. അതാവുമ്പോ ഗ്യാസ് ഒന്നും വേണ്ട, അതെ, മിക്സി മാത്രം മതിയല്ലോ, കറണ്ട് മതി, കറണ്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കൊരു ഷാർജ ഷേക്ക് അടിച്ച് കുടിക്കാം. അപ്പോ നമ്മുടെ ഷാർജ ഷേക്കിന്റെ പരിപാടികൾ നടക്കുക. ഐസ്ക്രീം ഫേവറേറ്റ് പാർട്ട്. ബൂസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പഴം ഇട്ടിട്ടുണ്ട്, പാലിട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഐസ്ക്രീമാണ് വരുന്നത്. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ, കത്തിക്ക് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. അരിഞ്ഞിട്ടുണ്ടോ? മതി മതി. സെറ്റായോ? നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നല്ല പ്രസന്റബിൾ സ്റ്റേജിലാക്കിയിട്ടുണ്ട്. എന്നാ ചായ. താങ്ക് യു സോ മച്ച് മൈ ബോയ്. ഓ, അങ്ങനെ പിള്ളേർ വീട്ടിൽ ഇരുന്നാ ഇങ്ങനൊക്കെയാ. ഈ ചൂട് സമയത്ത് ഇതേലെ ഒരെണ്ണം കുടിക്കുന്നത് കുടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്തോ അമ്മേ? അടുത്ത് ഇനിയും ചോറ് വെക്കുക. ചോറ് വെക്കണം. അപ്പൊ അതിന് വെള്ളം തിളപ്പിക്കാൻ ഇട്ടേക്കോ. അപ്പൊ നമുക്ക് ചോറ് വെക്കാം. ഓക്കെ, വെള്ളം തിളച്ചിട്ട് അരി ഇടണം. വെള്ളം അങ്ങോട്ടൊന്ന് തിളക്കട്ടെ. ഒരു തിള വരുമ്പോൾ നമുക്ക് അരി കഴിയാങ്ങിടാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ അരി ഇടാൻ പോയി. വെള്ളമൊക്കെ തിളച്ചു. വെള്ളം തിളച്ചോ? ഇനി അരി ഇടാൻ തുടങ്ങി. വെള്ളം ഇങ്ങനെ വരെ തെറിച്ച് കുത്തരിയുടെ. അത് കുത്തരിയായിട്ടാണ്, കുത്തുന്നരിയത്, അതുകൊണ്ടാ തിളച്ച വെള്ളം വന്ന് കയ്യിലും കാലിലും ഒക്കെ വീണു. അപ്പൊ നമ്മുടെ അരി എന്തുവാ തിളച്ചു. ഒന്നും ആയി കാണത്തില്ലല്ലോ. ഓ ഇല്ല, തിളച്ചതേ ഉള്ളൂ. തിളച്ചിങ്ങനെ എന്തായാലും അതാവാൻ ഇച്ചിരി സമയമുള്ളത് കൊണ്ട് നമ്മൾ ഇതിനോട് ചേർത്ത് തന്നെ വേറെ ഒരു അടുപ്പങ്ങ് സെറ്റ് ചെയ്തു. എന്നിട്ട് മീനൊക്കെ ഇട്ടു. ഇപ്പം തന്നെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവായിരിക്കും നമുക്ക് പാത്രത്തിന് വലിയൊരു ലഭ്യത ഇല്ലാത്തത് കൊണ്ട് രാവിലത്തെ ഉപ്പുമാവിന്റെ പാത്രം തന്നെയാണ് വീണ്ടും മീൻ മറക്കാൻ വന്നത്. അത് നമ്മൾ തീ കത്തിക്കാനൊന്നും എടുക്കാത്തത് കൊണ്ട് നമുക്ക് പാത്രങ്ങളില്ല, എല്ലാം കുറെ നോൺ സ്റ്റിക്ക് മാത്രം. ഇനി നമുക്ക് കുറച്ച് ചട്ടികൾ മേടിച്ചാലോ? ചട്ടിയൊക്കെ മേടിക്കാം, കുറച്ച് ചട്ടിയൊക്കെ മേടിച്ച്. ഞാൻ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെയൊക്കെ ഈ ചൂടത്തൊക്കെ വൈകുന്നേരം ആകുമ്പോ ഇവിടെ ഇറങ്ങി വല്ലതും ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അരി എന്തോ അരി കണ്ട് തിളച്ച് ഇങ്ങനെ കിടക്കുന്നു. എന്തോ നോക്കിയാൽ മതി. കുറച്ചു നേരം ആയില്ലയോ? മീൻ കണ്ട് തിരിച്ചിട്ടു. എല്ലാം മൂത്ത് ഒരു സൈഡോടെ ഒന്ന് കറക്റ്റ് ആയാൽ മതി. കരിയാപ്പലയൊക്കെ ഇട്ട് നല്ല. ഇനി എന്തോ അടുത്ത് നമുക്ക് ഉണ്ടാക്കാനുള്ളത്? അടുത്ത ഇനിയും തോരൻ വെക്കണം. തോരൻ ആരാ അരിയുന്നേ? ഞാനും തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ തിരിച്ചു വരുന്ന അരിയുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പം നമ്മുടെ മീനെല്ലാം റെഡിയായി. എല്ലാം മൂത്ത് കഴിഞ്ഞു. മൂത്ത് എല്ലാം റെഡിയായി. നമ്മൾ കരിയാപ്പിലേക്ക് ഇട്ട് സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. നീതം കൊണ്ടുപോവാ. അത് പതുക്കെ അങ്ങ് കൊണ്ടുപോകാം. അത് കഴിയുമ്പോഴത്തെ തോരൻ അതുകൊണ്ട് നമ്മുടെ അതെ കയ്യിൽ അരിഞ്ഞ തോരനും ചട്ടിയും ഏന്തിയ വനിത. അയ്യോ, ഇതാ വരുന്നു. ഇങ്ങോട്ട് പാടി. തോരൻ വെക്കാൻ പോവാ. എല്ലാം ഇങ്ങനെ അരിഞ്ഞോണ്ട് വരാന്ന് വിചാരിച്ചതാകുമ്പോൾ എളുപ്പമാണല്ലോ. അതെ, എല്ലാം അങ്ങ് ഇട്ടു ഇതിനകത്ത്. ഞാൻ സെപ്പറേറ്റ് ആക്കാൻ പോയില്ല. തേങ്ങ തിരുവി എല്ലാ സാധനവും ഉണ്ട് ഇതിൽ. അതിനകത്ത് ക്യാബേജ് ഉണ്ട്, ക്യാബേജ് തോരന, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് അപ്പാടെല്ലാം കൊടുത്തു വിടും. ഈ അടുപ്പിന്റെ ഐഡിയ കൊള്ളാം. കാര്യം ഞാൻ വിചാരിച്ചു, ഞാൻ അവിടെ നിന്നപ്പോഴാണ് ഒരു അടുപ്പ് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ സെറ്റ് ചെയ്ത് താമസിച്ചാലോ. അപ്പം 3 കല്ല് സെപ്പറേറ്റ് വെച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് ഒരാടെ വാലി നിന്ന് അടുത്ത പോയി. അതാണ് ആരുടെ ബുദ്ധിയാ, ആരുടെ ആന്നാ മക്കളെ. ഒരു അഹങ്കാരമില്ലാത്തൊരു പാവം മനുഷ്യൻ. അതിന്റെ ഒരു അഹങ്കാരവും എനിക്ക്. പാവം മനുഷ്യനായി. നമ്മുടെ പോളിസി എന്താ അറിയോ? വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. നമ്മുടെ പോളിസി എന്താ അറിയോ? വർക്ക് സ്മാർട്ട്, നോട്ട് വർക്ക് ഹാർഡ്. കഠിനാധ്വാനം ചെയ്യുന്ന ഇത് തന്നെ വലിയ താല്പര്യമില്ല കേട്ടോ. അവരെ ചീത്ത വിളിക്കാൻ പോയി. ഇവിടെ ഗ്യാസ് വന്നില്ലെങ്കിൽ അപ്പായി അവിടെ പോയി ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. അതാണ് അപ്പായി. കാരണം ഇതൊന്നും അപ്പായിക്ക് ഇഷ്ടം. ഇപ്രാവശ്യം ഒട്ടും കിട്ടത്തില്ല. നല്ല ഏകദേശം ഒരു ഉറപ്പായി. അതുകൊണ്ടാണ് പിന്നെ ഇതിനൊക്കെ അങ്ങ് റെഡി ആയത്. കാര്യം ബുക്ക് ചെയ്തിട്ടേക്കുവാ. എന്ത് കിട്ടുവോ? കിട്ടിയില്ല, എന്നേ ബുക്ക് ചെയ്തിട്ടേക്കുവാ. തോരന് വേണ്ടിയുള്ള വെളിച്ചെണ്ണ വനിത ഒഴിക്കുന്നു. അമ്മ എന്തോ ഈ 2 കയ്യിൽ ഇതും പിടിച്ചോണ്ടിരിക്കുന്നത്? അസിസ്റ്റന്റ് അല്ല, അസിസ്റ്റന്റ് അമ്മായിമ്മ. ഇന്ന് പതിവില്ലാതെ ഒരു മഴക്കോളൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യോ എന്തോ. ഇവിടെ മഴ പോലും പെയ്യത്തില്ല. ചൂടൊക്കെ എടുത്ത് വയ്യ. വെയിലിന്റെ കാഠിന്യം കാണാൻ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡ് വൈകുന്നേരമായി. അതെ, പിന്നെ ആ ഷെയ്ക്ക് അത് ഇപ്പോഴും നല്ല പവറായിട്ട് നിൽക്കുന്നു. നല്ല കട്ടിക്കങ്ങ് ഇരുന്നു കടുകിടുന്നു. ഇത് കുറച്ചുണ്ടല്ലോ. അളവ് നോക്കിക്കൊണ്ട് നിൽക്കുക. അടുത്ത എന്തുവാ? ജീരകം, മഞ്ഞപ്പൊടി, ജീരകം. നമ്മുടെ തോരൻ പാത്രത്തിൽ കൊണ്ടുവന്നില്ലേ? അമ്മ പറയുന്നതിന് മുന്നേ എനിക്കിതൊക്കെ അറിയാം. അതാണ് വഴിയാളൊന്നും അല്ല. ഞാൻ വിചാരിച്ചു ഞാനൊരു മൊണ്ണയാന്ന്. അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞു. വെള്ളമൊക്കെ ഒഴിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി അടച്ചു വെക്കാൻ.
അപ്പോൾ നമ്മുടെ ചോറ് വെന്തു. അപ്പോൾ എല്ലാം ഓക്കെ ആയി. മീനും വറുത്ത് തോരനുമായി, ചോറും വെന്തു, മോര് കാച്ചിയത് ഇരിപ്പുണ്ടായിരുന്നു. അതെന്തായാലും ഭാഗ്യമായല്ല. പിന്നെ അത് നമ്മുടെ ഇന്നത്തെ ഗ്യാസ് ഇല്ലാതുള്ള കുക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതെ, അതിന്റെ എൻഡിലേക്ക് വന്നു. അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുക. അതെ, ഗ്യാസ് ഇല്ലാതെ എന്റെ ഗ്യാസ് പോയി. നമ്മൾ സക്സസ്ഫുള്ളി ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്നായി അപ്പായിക്ക് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മോരുണ്ടായിരുന്നു, ചോറ് അടിപൊളി. നോക്കട്ടെ, ഒത്തിരി കാലമായി വിറകടുപ്പിലൊക്കെ വെച്ചത് കഴിച്ചിട്ട്. അത് ശരിയാണ്. അപ്പൊ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ ഒരു ക്ഷാമതയൊക്കെ നമ്മള് ക്ഷാമം നേരിടുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മളൊരു ചലഞ്ച് ചെയ്തതാണ്. നമ്മള് വിറക് എല്ലാം. അതെ, പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനൊന്നും മെനക്കെടായിരിക്കുന്നതായിരിക്കും നല്ലേ. കാര്യം നമുക്ക് ഈ അപ്പായി പറഞ്ഞ പോലെ ഗ്യാസ് എളുപ്പത്തിൽ കിട്ടും. 10,000 രൂപയ്ക്കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് കിട്ടും. നമുക്ക് ഒരു മാസം സുഖമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഞങ്ങൾ വിറക് എടുത്ത് ചെയ്ത് നോക്കിയപ്പോ ഒരു ദിവസത്തേക്ക് ഒരു നല്ല എമൗണ്ട് ഓഫ് വിറക് വേണം. അത് നമ്മുടെ അയ്യത്ത് തന്നെ ഉണ്ടെങ്കിൽ പോലും അത് വെട്ടിപ്പറക്കി എടുത്ത് നമുക്ക് അവിടെ ഒരു ഹ്യൂമൻ പവർ ഉണ്ട്. നമ്മള് മലയാളികൾക്ക് ഇല്ലാത്തൊരു കുഴപ്പം എന്താ, സ്വന്തം എഫേർട്ട് എങ്ങനെ പോകുന്നു അവർക്ക് അറിയാം. അവന് അത് കണക്ക് കൂട്ടത്തില്ല. ഇല്ല, ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ സൗകര്യങ്ങളും ഈ കണ്ടുപിടുത്തങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് സൗകര്യം ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ട ഒരു കാര്യം ഇല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പം കുറെ ആൾക്കാർ ഈ പറയുന്ന പണ്ട് നമ്മൾ വിറകടുപ്പിൽ കത്തിച്ചാലേ തിന്നത്തുള്ളൂ, ഇങ്ങനെ ചെയ്താലേ ടേസ്റ്റ് വരത്തുള്ളൂ, അങ്ങനൊന്നും ഇല്ല. നമ്മളെന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം? അല്ലെങ്കിൽ അവരും കൂടെ ഇറങ്ങി വന്ന് ഇതുപോലൊക്കെ ഒന്ന് ചെയ്യട്ടെ. പണ്ട് കുക്കിംഗ് ഒക്കെ അവരും അമ്മയ്ക്ക് ഇന്ന് എല്ലാവരും കൂടെ വന്നപ്പോ ഭയങ്കര സന്തോഷം. അതെ, അപ്പൊ അത്ര ഈ പുക ഊതി പെണ്ണുങ്ങളെ ലങ്സ് ഒക്കെ അടിച്ചു പോയിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.